കണ്ണൂർ ദന്തൽ കോളേജിലെ നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ കൂടി വരുന്നുണ്ട്. അതിലേക്ക് കൂടി പോകാം. ഈ ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട ആ കഥ കുറെ കേട്ടതാണ്. അപ്പോൾ ഈ സംഭവത്തിൽ ഇതാ പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങിയിട്ടുണ്ട് പോലീസ്. ഇൻസ്റ്റന്റ് ഫണ്ട്സ് ലോൺ ആപ്പ് സ്ഥാപനത്തിലെ ജീവനക്കാരായ ഉത്തർപ്രദേശ് സ്വദേശികളാണ് ഋഷികേഷ് തിവാരിയും പ്രശാന്ത് ഖേവലും. ഹരിയാന സ്വദേശി പ്രകാശ് ജയ് ഈ മൂന്നുപേരാണ് കസ്റ്റഡിയിൽ വാങ്ങിയത്. കണ്ണൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് പ്രതികളെ 2 ദിവസത്തെ കസ്റ്റഡിയിൽ വിട്ടത്. ഗോകുൽ കെ വേണുഗോപാൽ വിവരങ്ങളും ചെയ്യുന്നു. ഗോകുൽ, ഇവർ ഈ പറയുന്ന ആപ്പിന്റെ മുകൾ തട്ടിലെ ഉദ്യോഗസ്ഥരൊന്നും അല്ല, താഴെത്തട്ടിൽ ഫോൺ വിളിക്കുന്നതൊക്കെ ഉള്ള ഏറ്റവും താഴെത്തട്ടിലെ ഉദ്യോഗസ്ഥരിൽപ്പെട്ടവരാണ്. അപ്പോൾ അവരിൽ കൂടി എങ്ങനെയാണ് ഈ കേസ് അന്വേഷണം മുന്നോട്ട് പോകുക അറിയില്ല. എന്തായാലും കസ്റ്റഡിയിൽ പോലീസിന്റെ ലക്ഷ്യം എന്താണ് ഗോകുൽ? അശ്വി, 2 ദിവസത്തേക്കാണ് ഈ 3 പ്രതികളെയും പോലീസ് കസ്റ്റഡിയിൽ വിട്ടിട്ടുള്ളത്. കണ്ണൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് നടപടി. നിതിൻ രാജിന്റെ അധ്യാപിക ലതാ ശശിധരൻ നൽകിയ പരാതിയെ തുടർന്നാണ് ഇവരെ പോലീസ് അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. നോയിഡയിലൊക്കെ പോയിട്ടാണ് ഈ 3 പ്രതികളെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ലതാ ശശിധരന്റെ പേരായിരുന്നു റഫറൻസ് നമ്പറായി ഈ പറഞ്ഞതുപോലെ നിതിൻ രാജ് നൽകിയത് എന്നാണ് പറയുന്നത്. അതിലൊരു സ്ഥിരീകരണം വരേണ്ടതുണ്ട്. ഇവർ തന്നെ ഫോൺ ആക്സസ് ചെയ്ത് ഇവർ റാൻഡമായി സെലക്ട് ചെയ്ത പേരാണോ ലതയുടേത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്വേഷിക്കേണ്ടതുണ്ട്. അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാൻ കൂടിയാണ് പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങിയിട്ടുള്ളത്. ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവർ ആ സ്ഥാപനത്തിലെ ഇൻസ്റ്റന്റ് ഫണ്ട്സ് ലോൺ ആപ്പ് എന്ന് പറയുന്ന സ്ഥാപനത്തിലെ ജീവനക്കാർ മാത്രമാണ്. ഇവരിൽ നിന്ന് സ്ഥാപനത്തിന്റെ ഉയർന്ന മേധാവികൾ ഉൾപ്പെടെയുള്ള ആളുകളുടെ വിവരങ്ങൾ ശേഖരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഇവരെ ഇപ്പോൾ കസ്റ്റഡിയിൽ വാങ്ങിയിട്ടുള്ളത്. 2 ദിവസത്തേക്കാണ് കസ്റ്റഡിയിൽ വാങ്ങിയിട്ടുള്ളത്. ഇന്നലെയാണ് ഇവരെ കസ്റ്റഡിയിൽ കിട്ടിയത്. ഏകദേശം 1200ഓളം ആളുകൾക്ക് കേരളത്തിൽ മാത്രം ഇൻസ്റ്റന്റ് ഫണ്ട്സ് ലോൺ ആപ്പിൽ നിന്ന് ലോൺ കൊടുത്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അതിൽ കൂടുതൽ വിവരങ്ങൾ തേടേണ്ടതുണ്ട്. കൂടുതൽ ആളുകൾക്ക് പണം കൊടുത്തിട്ടുണ്ടോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ശേഖരിക്കുന്നത്. പിന്നെ ഈ സ്ഥാപനത്തിന്റെ പ്രവർത്തനം എങ്ങനെയാണ് എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ശേഖരിക്കുന്നുണ്ട്. ഈ ലതാ ശശിധരൻ എന്ന് പറയുന്ന അധ്യാപികയുടെ ഫോണിലേക്ക് നിരന്തരമായി കോളുകളും മെസ്സേജുകളും വരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. കാരണം ഒരു ഫോൺ നമ്പർ ബ്ലോക്ക് ചെയ്താൽ തന്നെ മറ്റു ഫോണുകളിൽ നിന്നും മറ്റു നമ്പറുകളിൽ നിന്നും വരുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ സ്ഥാപനത്തിന്റെ പ്രവർത്തന ശൈലി എങ്ങനെയാണ്, ഏത് രീതിയിലാണ് ഇത് ഫംഗ്ഷൻ ചെയ്തിരിക്കുന്നത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്വേഷിക്കും. അതോടൊപ്പം തന്നെ ഇതിന്റെ ഉന്നത ഉദ്യോഗസ്ഥർ, ഇതുമായി ബന്ധപ്പെട്ട MD ഉൾപ്പെടെയുള്ള ആളുകളിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇവരിപ്പോൾ കസ്റ്റഡിയിൽ വാങ്ങിയിട്ടുള്ളത്. 2 ദിവസത്തേക്കാണ് കസ്റ്റഡിയിൽ കിട്ടുക. കണ്ണൂർ സൈബർ ക്രൈം പോലീസാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. ഹാഷ്മി, അസിത. ഓക്കെ, ഗോകുൽ കെ വേണുഗോപാൽ. ഇനി ലോൺ ആപ്പാണ് യഥാർത്ഥ കാരണമെങ്കിൽ ലോൺ ആപ്പിന്റെ ഉന്നതമാനാണ് പിടികൂടുന്നത്, അല്ലാതെ താഴെത്തട്ടിൽ കോൾ സെന്ററിൽ ഇരിക്കുന്ന ആൾക്കാരെ പിടികൂടിയിട്ട് എന്ത് കാര്യം എന്ന ചോദ്യം ഉയർത്തുന്നുണ്ട്. അതിനൊക്കെ ഉപരി ഇത് ഈ പറഞ്ഞ ഇൻസ്റ്റന്റ് ആപ്പിന്റെ മണ്ടയെ കൊണ്ട് കെട്ടിവെക്കാനാണ് എന്ന ആരോപണം കുടുംബം വളരെ സജീവമായി ഇപ്പോഴും ഉയർത്തുന്നുണ്ട് കേട്ടോ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.